കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാരക്കോണം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അത്രത്തോളം പിന്നെ ഹോൾഡുള്ള രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും അത്രത്തോളം ഹോൾഡുള്ള ഒരു ഫേമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ പിന്നെ സ്വാധീനവും മറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് അവരങ്ങനെ പറയുന്നത്. നിങ്ങൾ എന്നാ പോയി കേസ് കൊടു എന്ന് പറയുന്നതേ. കണ്ടീഷനൊക്കെ വളരെ മോശമായി. ഇതൊന്ന് ഡ്രസ്സിങ്ങിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഡിസ്ചാർജ് വന്നുകൊണ്ടിരുന്നു, ഇങ്ങനെ പഴുപ്പും വെള്ളവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞാൽ അത് ഷുഗർ പേഷ്യൻ്റ് അല്ലേ, ചിലപ്പോൾ അത് കുറച്ച് ലേറ്റാവും. ഞാൻ ചോദിച്ചു, ഡോക്ടർ ഞാൻ 4 ദിവസത്തേക്ക് ഞാൻ കാണത്തില്ല, ഞാനൊരു ട്രിപ്പ് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് ഷിബയുടെ കാര്യം എങ്ങനെയാണ്? അത് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ നോക്കിക്കോളുമെന്ന്. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരണം. അപ്പം ഞാൻ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇത് സോൾവ് ചെയ്ത് തരാം. ഇപ്പോൾ തൊഴിൽ പ്രശ്നം ഇരിക്കുന്ന പ്രശ്നമല്ല, അത് ഞാൻ സോൾവ് ചെയ്ത് തരാം. നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ടി വരത്തില്ല. ഇതൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പ്രശ്നമായിട്ടാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോഴും ഇനി അങ്ങോട്ടൊരു പ്രശ്നം ഇല്ലാതെ നോക്കാം എന്ന് പറയുമ്പോൾ അവർ ചെയ്തതിൽ ഒരു ലാഘവത്തോടെയല്ലേ? അതെ, അവർക്കേ അല്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അവരെ ഇതിപ്പോൾ ഒരു വാർത്തയാക്കരുത്, മറ്റു ഹോസ്പിറ്റലിൽ പോകരുത്, ഇതിപ്പോൾ ഫ്രീ ആയിട്ട് ഇത് ചെയ്തു തരാം എന്നുള്ളത്. അപ്പോൾ അവർക്ക്. ഹലോ സാർ, ഡോക്ടർ പ്രശാന്ത് അല്ലേ? സാർ, ഇത് മേഘയാണ് വിളിക്കുന്നത്. ഞാനൊരു വാർത്ത അറിഞ്ഞിട്ട് വിളിക്കുകയായിരുന്നു. ഒരു സ്ത്രീയുടെ വയറിൽ അവിടെ ചികിത്സ തേടി വന്നപ്പോൾ വയറിലൊരു തുണി കഷ്ണം വെച്ച് സ്റ്റിച്ച് ചെയ്തു എന്ന് പറഞ്ഞൊരു സംഭവം. ഷീബ എന്നാണ് പേഷ്യൻറ്റിൻ്റെ പേര്. അപ്പം അത് എന്തായിരുന്നു ശരിക്കും സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇത് ചാനലിൽ നിന്നാണ്. സാറിന് അത് എന്തായിരുന്നു സംഭവം? മാനേജ്മെന്റ് അത് നമ്മൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യും. സാറാണ് ഇത് ചികിത്സ നടത്തിയതെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. സാറിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമസ്കാരം. അപ്പൻഡിക്സ് ചികിത്സയ്ക്കെത്തിയ യുവതിയുടെ വയറിൽ അവിടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച ചില തുണി കഷ്ണങ്ങൾ ഓപ്പറേഷനൊപ്പം തന്നെ വയറിൽ ഉൾപ്പെടുത്തി സ്റ്റിച്ചിട്ടിരിക്കുന്ന സംഭവം. സർക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലാൻ ഓരോരുത്തർക്കും ഭയമാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും സമാന രീതിയിലുള്ള സംഭവങ്ങൾ. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ദുരനുഭവം അനുഭവിക്കുന്ന, ഇപ്പോഴും ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുവതി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എനിക്ക് സ്റ്റിച്ച് ഉണങ്ങിയിട്ടുണ്ട്. നല്ല അകത്ത് നല്ല പെയിനുണ്ട്. ഇരിക്കുമ്പോഴും ഒക്കെ പെയിനുണ്ട്. പിന്നെ ആരോഗ്യനില പകുതിയേ എത്തിയുള്ളൂ. കുറച്ചും കൂടെ ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യവും നോർമലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടാ, അതിൻ്റെ ശരിക്കും എന്താണ് സംഭവം? എന്തായിരുന്നു ഇങ്ങനൊരു പരാതി വരാനുണ്ടായിരുന്നു? അതായത് ഇത് ഇവിടെ ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കഴക്കൂട്ടം മിഷൻ ഹോസ്പിറ്റലാണ് വളരെ നാളായിട്ട് ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഡോക്ടർ അനൂപ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം പനി വന്നു. അപ്പോൾ പനിക്ക് വൈകുന്നേരമാണ് പോയത്. വൈകുന്നേരം ഒ പിയിൽ കാണിച്ചു. അപ്പോൾ പനിക്കുള്ള ഇത് ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി അതിൻ്റെ ടാബ്ലറ്റ് തന്നു വിട്ടു. അത് കഴിഞ്ഞ് 2-ാം തീയതി വൈകുന്നേരം വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. വൊമിറ്റിങ്ങിന് പിന്നെ അവിടെ തന്നെ പോയപ്പോഴത്തേക്ക് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഒരു ട്രിപ്പും ടാബ്ലറ്റൊക്കെ തന്നിട്ട് വിട്ടു. അപ്പോൾ 3-ാം തീയതി രാവിലെ വയറുവേദന തുടർന്ന് അതിരാവിലെ തന്നെ പോയി. അപ്പോൾ അവിടെ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി സ്കാൻ ചെയ്തതിന് ശേഷമാണ് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ നടത്തണം. ഇപ്പോൾ അപ്പൻഡിക്സ് ആണ്, അത് ഫൈനൽ സ്റ്റേജാണ്, എമർജൻസി ആയിട്ട് നടത്തണം, ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡെല്ലാം വെച്ച് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് 12-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് 1-2 ദിവസങ്ങളിൽ ഡ്രസ്സിങ്ങിന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് 15-ാം തീയതി ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമായി. ഇതൊന്ന് ഡ്രസ്സിങ്ങിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഡിസ്ചാർജ് വന്നുകൊണ്ടിരുന്നു, ഇങ്ങനെ പഴുപ്പും വെള്ളവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞാൽ അത് ഷുഗർ പേഷ്യൻ്റ് അല്ലേ, ചിലപ്പോൾ അത് കുറച്ച് ലേറ്റാവും, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
എന്നിട്ട് 15-ാം തീയതി വൈകുന്നേരം ഇത് ഡോക്ടർ സൂട്ട് കേസുമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ ഞാൻ 4 ദിവസത്തേക്ക് ഞാൻ കാണത്തില്ല, ഞാനൊരു ട്രിപ്പ് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് ഷിബയുടെ കാര്യം എങ്ങനെയാണ്? അത് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ നോക്കിക്കോളുമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടീഷൻ വളരെ മോശമായത് കാരണം ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തില്ല. ഞാൻ തൊട്ടടുത്ത ദിവസം 16-ാം തീയതി തന്നെ പിന്നെ നേരത്തെ പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള ഡോക്ടർ ഗോവിന്ദൻസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് മുറിവാകെ ഇൻഫെക്ഷനായിരിക്കുകയാണ്, ഇതിപ്പോൾ ഏത് ഡോക്ടറാണ് നോക്കിയത്, ഇപ്പോൾ വളരെ കണ്ടീഷൻ വളരെ മോശമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ CT സ്കാൻ എടുത്തു. അങ്ങനെ അവിടെ 10 ദിവസം അവിടെ ട്രീറ്റ് ചെയ്തു. 10 ദിവസം ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഡിസ്ചാർജായി. പിന്നും 2-3 ദിവസം പിന്നും ഡ്രസ്സിങ്ങിന് പോയി. എന്നിട്ടും ഈ ഡിസ്ചാർജിൻ്റെ ഒരു കുറവ് വന്നില്ല. പിന്നീടാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം പേട്ടയിലുള്ള ഒരു അക്ഷരവീതി ലൈനിലുള്ള ഒരു സുരേഷ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗർ പേഷ്യൻസിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഈ സർജറി സംബന്ധമായിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ്. പുള്ളിയെ കാണിച്ചു. പുള്ളി ആദ്യം നോക്കി ഡ്രസ്സൊക്കെ ചെയ്ത് 2 ദിവസം ഡ്രസ്സൊക്കെ ചെയ്തു. പിന്നീട് പുള്ളി പറഞ്ഞ് ഡിസ്ചാർജ് ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്, ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മേൽഭാഗത്ത് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം മേൽഭാഗം ഇത് സ്റ്റിച്ചിട്ടതിന് ശേഷം താഴെ അപ്പോഴത്തേക്ക് ഒരു ഹോള് തനിയെ ഈ ഹീലായ ഭാഗത്ത് ഒരു തനിയെ ഒരു ഹോളുണ്ടായിട്ട് ഈ ഡിസ്ചാർജ് വന്നുകൊണ്ടിരുന്നു. ആ ഹോളിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തൊന്ന് വലുതാക്കി ഈ ഡിസ്ചാർജ് പോകാൻ വേണ്ടി വലുതാക്കി. തൊട്ടടുത്ത ദിവസം ഈ വലുതാക്കിയ പോർഷനിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ആണ് ഇതിൻ്റെ ഈ തുണിയുടെ ഭാഗം ഇത് വന്നത്. അപ്പോൾ പുറത്തേക്ക് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് തുണിയുടെ മറ്റേ അറ്റം അകത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്ത് എന്നെ കാണിച്ച് വീഡിയോ എടുത്തു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ഇതിനെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്, ബെറ്ററായിട്ടേ നിങ്ങൾ അകത്ത് സ്റ്റിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾ ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ട് ഇത് നിങ്ങൾ ചികിത്സിച്ച ഇത് സർജറി ചെയ്ത ഡോക്ടറെ തന്നെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് ഇത് പിന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് തിരിച്ച് മിഷൻ ഹോസ്പിറ്റലിൽ തന്നെ വന്നത്. അപ്പോൾ ഞാൻ ഈ ഡോക്ടർ ഇത് തുണി കണ്ടുപിടിച്ച ഡോക്ടർ എനിക്ക് വീഡിയോ എടുത്ത് തന്നായിരുന്നു. വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നാൽ മതി, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾ അതിന് വേണ്ടി പേയ്മെൻ്റൊന്നും അടയ്ക്കേണ്ടതില്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് 5-ാം തീയതി അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് അപ്പോൾ തന്നെ പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു. അൾട്രാസൗണ്ട് സ്കാനിൽ ഇത് ഇങ്ങനെ ഈ തുണി ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം ആ റിപ്പോർട്ടിലുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ സർജറി ചെയ്തു, തുണി പുറത്തെടുത്തു. പിന്നെ 21-ാം തീയതി ഡിസ്ചാർജാക്കി. അതിനുശേഷം ഇപ്പോൾ ബെറ്ററായി, ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നു. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പിഴവാണ് എന്നുള്ളത് ബോധ്യമില്ലാതെയാണോ ഇത് ശരിയാക്കി തരാമെന്നാണ് സംസാരിച്ചത്? അല്ല, പിഴവാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ പിന്നെ എൻ്റെ മകള് ഇത് MBBS കഴിഞ്ഞ ഇതാ ഡോക്ടറാണ്. അപ്പോൾ ഇത് മകളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അപ്പോൾ അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് സോൾവ് ചെയ്ത് തരാം, നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ടതില്ല, അത് ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പേയ്മെൻ്റ് ഇല്ല. പിന്നെ അടുത്ത് ലാസ്റ്റ് സർജറിക്ക് പേയ്മെൻറ്റ് മേടിച്ചില്ല. 21-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2-3 ദിവസം സ്റ്റിച്ച് ചെയ്യായിരുന്നു. ഇപ്പോൾ സ്റ്റിച്ചെല്ലാം എടുത്ത് ഇപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ പ്രൊസീജിയർ തീർന്നു. പ്രൈവറ്റ് CSI മിഷൻ ഹോസ്പിറ്റൽ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കഴക്കൂട്ടത്തെ സംബന്ധിച്ച് അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഇപ്പോൾ ഈ CSI മിഷൻ ഹോസ്പിറ്റലാണ് പിന്നെ നമുക്ക് ഇപ്പോൾ തൊട്ടടുത്താണ്, പെട്ടെന്ന് പോയിട്ട് വരാം. പിന്നെ ചെറിയ അസുഖമൊക്കെ ഇതിപ്പോൾ അപ്പൻഡിക്സാണ്, ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ആണെന്നുള്ളത് അറിയുന്നത് തന്നെ വൈകിയാണ്. അപ്പോൾ അവർ ഇത് കണ്ടുപിടിച്ചപ്പോഴേക്കും ഒരുപാട് ടൈമായി. പിന്നെ ഇത് ഫൈനൽ സ്റ്റേജായിരുന്നു. ഇപ്പോൾ ഇത് ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിംറ്റംസ് ഒന്നും വന്നില്ല, നേരത്തെ വേദനയൊന്നും വന്നില്ല.
ഇപ്പം പെട്ടെന്ന് അത് അത് പൊട്ടിയ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇങ്ങനെ വേദന വന്നതും പോയി അഡ്മിറ്റ് ആവണം. അപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അവർ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബ്ലഡ് ഒക്കെ റെഡിയാക്കി കോസ്മോ ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് വാങ്ങിക്കൊടുത്ത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്തത്. അതെ, അത് ഡയറക്ടർക്ക് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഡയറക്ടർക്ക് പരാതി കൊടുത്തായിരുന്നു. ഡയറക്ടർക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഒരു ദിവസം അവിടെ വിളിപ്പിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി 2 ഡോക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് 2 ഡോക്ടർമാർ വന്നു. അവർ വന്ന് പിന്നെ പേഷ്യൻറ്റിൻ്റെയും എൻ്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങൾക്ക് വേറെ ഫർദറായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല, കോമ്പൻസേഷനായിട്ടൊന്നും തരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കേസിന് പോകണമെന്നുണ്ടെങ്കിൽ കേസിന് പോവാം, അത് പ്രശ്നമല്ല, നിങ്ങളുടെ ഇതനുസരിച്ച് പോയിക്കോണം എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കേസിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ആരോഗ്യമന്ത്രിക്ക് കൊടുത്തു, DMOയ്ക്കും DMEയ്ക്കും പരാതി കൊടുത്തു, സ്റ്റേഷനിൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ ഇന്നലെ പിന്നെ മൊഴിയെടുത്തു, FIR ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു, FIR കോപ്പി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ പോയപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആവുന്നില്ല, ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം പോകാനായി വേണ്ടിയിരിക്കാം. ഇത് ഹോസ്പിറ്റലുകളിൽ ഇതിപ്പോൾ ഇങ്ങനെ ചികിത്സാ പിഴവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദൈനംദിനം പല കേസുകളും വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഒരുപാട് ബർഡൻ, കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഷീവയ്ക്ക് ഉറക്കമില്ലായിരുന്നു. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഛർദ്ദിക്കും, പിന്നെ ടാബ്ലറ്റ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി. ഇപ്പോൾ ഞാനിപ്പോൾ പേഷ്യൻ്റ് മാത്രമല്ല, ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം ഒരുപാട് ബർഡൻ അനുഭവിച്ചു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർലെസ് ആയിട്ടുള്ള ഇത്തരം നടപടികളെ ഇപ്പോൾ ഇനിയെങ്കിലും ഇവർ ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി നിയമത്തിൻ്റെ ഒരു സഹായം തേടേണ്ടതുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഇത്തരം പ്രവണതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈസി ആയിട്ട് അവർ പറയുന്നു, പക്ഷേ ഈ അനുഭവിക്കുന്നവരെ ഇത് പറ്റുന്നവർ അനുഭവിക്കുന്ന ആ ബർഡൻ അവർക്ക് ഒരു ആലോചനയിലേ ഇല്ല. അപ്പോൾ അതിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു വാണിങ് ഇത്തരം സംഭവങ്ങൾക്ക് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നിയമ നടപടിയിലേക്ക് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാരക്കോണം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അത്രത്തോളം പിന്നെ ഹോൾഡുള്ള, രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും അത്രത്തോളം ഹോൾഡുള്ള ഒരു ഫേമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ പിന്നെ സ്വാധീനവും മറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് അവരങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്നാ പോയി കേസ് കൊടു എന്ന് പറയുന്നതേ. അപ്പോൾ അത്രയും അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് എന്ത് കേസ് വന്നു കഴിഞ്ഞാലും നമുക്ക് പിന്നെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഇപ്പോൾ പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സമുദായത്തെ പിണക്കി ബാക്കി ഉള്ള കാര്യങ്ങൾക്ക് പുരോഗതി വരില്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്നു.